ഹായ് എവരി വൺ. ഫ്ലൂയിഡ് മെഷീനറി വീഡിയോ ലെക്ചർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ സെൻട്രിഫ്യൂഗൽ പമ്പ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ പോയിൻറ്റ്സ്, മെയിൻ പാർട്സ്, വർക്കിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേസിങ്സ്, ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെലോസിറ്റി ട്രയാങ്കിൾസ് വെച്ചിട്ടാണ്. നമുക്കറിയാം ടർബൈൻസിൻ്റെ കേസിൽ വെലോസിറ്റി ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ഡൺ അല്ലെങ്കിൽ അസോസിയേറ്റഡ് എഫിഷ്യൻസീസ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെയും നമ്മൾ സെയിം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെലോസിറ്റി ട്രയാങ്കിൾസ് വരയ്ക്കുന്നത്. അതായത് വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ വെലോസിറ്റി ട്രയാങ്കിൾസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പ്, അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾസും. ഓക്കെ, നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇമ്പല്ലർ. ഇതാണ് ഇമ്പല്ലർ. സീരീസ് ഓഫ് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വീല് പോലെയാണ് ഇമ്പല്ലർ. ഈ ഇമ്പല്ലറിൻ്റെ ഒരു പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇമ്പല്ലറിലെ സീരീസ് ഓഫ് കർവ്ഡ് വെയിൻസ് ഉണ്ടാവും, ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ഉണ്ടാവും. അതിലുള്ള ഒരു വെയിനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ എ പോർഷൻ ഓഫ് ദ ഇമ്പല്ലർ ആൻഡ് വൺ ഓഫ് ദ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ഓഫ് എ സീരീസ് ഓഫ് വെയിൻസ്. ഓക്കെ, അത്രയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനിലാണെങ്കിൽ ഇൻവേർഡ് ഫ്ലോ ആയിരിക്കും പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരിക. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആവണം അല്ലേ? സെൻട്രിഫ്യൂഗൽ പമ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് ആവണമെങ്കിൽ സെൻട്രലിൽ നിന്ന് പുറത്തേക്ക് ആയിരിക്കണം, അതായത് ഔട്ട്വേർഡ് ഫ്ലോ ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ സക്ഷൻ പൈപ്പ് വഴിക്ക് വരുന്ന വാട്ടർ ഇമ്പല്ലറിൻ്റെ സെൻട്രലാണ്, അതായത് ഐ ഓഫ് ദ ഇമ്പല്ലറിലാണ് വരിക. ഇതാണ് നമ്മുടെ ഐ ഓഫ് ദ ഇമ്പല്ലർ. സോ സെൻട്രലിൽ വാട്ടർ എത്തും. സെൻട്രലിൽ നിന്ന് റേഡിയൽ ഡയറക്ഷനിൽ ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും വാട്ടർ പോകുന്നുണ്ടാവുക. ഓക്കെ, നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് റേഡിയസുകൾ ഇവിടെ ഉണ്ടാവും. ഫസ്റ്റ് റേഡിയസ് ഇസ് R1, ദാറ്റ് ഇസ് ദ ഇൻസൈഡ് റേഡിയസ് ഓഫ് ദ ഇമ്പല്ലർ, ആൻഡ് R2 ഇസ് ദ ഔട്ടർ റേഡിയസ് ഓഫ് ദ ഇമ്പല്ലർ. ഓക്കെ, ഇനി നമ്മുടെ ബാക്ക്വേർഡ് കർവ്ഡ് വെയിനിൽ രണ്ട് ടിപ്പുകൾ ഉണ്ടായിരിക്കും. ഇതായിരിക്കും ഇൻലെറ്റ് ടിപ്പ്, കാരണം വാട്ടർ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് വരുന്ന ടിപ്പ്, ദാറ്റ് വിൽ ബി ഇൻലെറ്റ് ടിപ്പ്. ദെൻ സെക്കൻഡ് ടിപ്പ്, ഇതാണ് അവസാനം പോകുന്ന ടിപ്പ്. വാട്ടർ പുറത്തേക്ക് പോകുന്നത് ഈ ടിപ്പിൽ നിന്നാണ്. സോ ദിസ് വിൽ ബി ദ ഔട്ട്ലെറ്റ് ടിപ്പ്. സോ ഇൻലെറ്റ് ടിപ്പിലുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇൻലെറ്റ് ട്രയാങ്കിൾ, ഔട്ട്ലെറ്റ് ടിപ്പിലുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. നോക്കാം. സെൻട്രലിൽ നിന്ന് ഇൻലെറ്റ് ടിപ്പിലേക്ക് റേഡിയൽ ഡയറക്ഷനിലേക്ക് വാട്ടർ വരും. ദ വെലോസിറ്റി ഓഫ് ദ വാട്ടർ വിൽ ബി V1, which is the absolute velocity, and V1 makes an angle alpha angle ഉണ്ടാക്കിയിട്ടാണ് V1 വരിക. And this alpha angle is equal to 90 degree, or V1 makes an angle 90 degree to the direction of motion of the impeller. ഇമ്പല്ലറിൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഓഫ് മോഷന് 90 ഡിഗ്രിയിലായിരിക്കും നമ്മുടെ V1 വെലോസിറ്റി വരിക. ഓക്കെ, നൗ VR1 is the relative velocity at inlet, and VR1 will always be tangential to the vein. ഈ വെയിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് വരയ്ക്കുക. ആൻഡ് ഇറ്റ് മേക്സ് എൻ ആംഗിൾ തീറ്റ, വേർ തീറ്റ ഇസ് ദ വെയിൻ ആംഗിൾ. VR1 ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ, V1 ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. ഓക്കെ, ആൽഫ ഇസ് എ ജെറ്റ് ആംഗിൾ, വേർ തീറ്റ ഇസ് ദ വെയിൻ ആംഗിൾ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം. VW1 വേൾ വെലോസിറ്റി എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല. ഇവിടെ ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് VW1 ഇസ് ഈക്വൽ ടു 0 വരും. പക്ഷേ U1 ഇവിടെ ഉണ്ടായിരിക്കും. U1 ഇസ് ദ ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. U1ൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടായിരിക്കും, ബട്ട് VW1 0 ആയിരിക്കും. ഇതാണ് ഇൻലെറ്റ് ട്രയാങ്കിൾ. നൗ ഔട്ട്ലെറ്റ് ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ V2 ഇസ് ദ ആബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. V2ൻ്റെ ഡയറക്ഷൻ നോക്കുക. നമ്മുടെ വെയിൻ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കും V2 പോകുന്നുണ്ടാവുക. സോ V2 ഇസ് ആബ്സല്യൂട്ട് വെലോസിറ്റി ആൻഡ് മേക്സ് എൻ ആംഗിൾ ബീറ്റ. ബീറ്റ ആയിരിക്കും V2 ഉണ്ടാക്കുന്ന ആംഗിൾ, ജെറ്റ് ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ്. ആൻഡ് ഇവിടുത്തെ VR2, അതായത് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് ഇസ് VR2 ആൻഡ് മേക്സ് എൻ ആംഗിൾ phi, which is the vein angle at outlet. Okay, phi is made by VR2 and beta is made by V2. Now ഇവിടെ ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. ഈ ഔട്ട്ലെറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് VF2 ആണ്, ഫ്ലോ വെലോസിറ്റി ആയിരിക്കും. അതേപോലെ ഇവിടെ VW2 എന്ന് പറയുന്നത് V2ൻ്റെ
ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആയിരിക്കും. അതുപോലെ VF2 എന്ന് പറയുന്നത് V2ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആയിരിക്കും. സോ ഇവിടെ VW2 ഉണ്ട്, വേൾഡ് വെലോസിറ്റി ഇവിടെ ഉണ്ട്, ഇവിടെ വേൾഡ് വെലോസിറ്റി VW1 ഇല്ല. ഓക്കെ, ഇവിടെ VF2 ഉണ്ട് ഹൈറ്റ്, ഇവിടെയും VF2 ഉണ്ട്. ഇവിടുത്തെ VF എന്ന് പറയുന്നത് VF1 ഇസ് ഈക്വൽ ടു V1 ആണ്. V1 തന്നെയാണ് ഇവിടുത്തെ VF1. VW1 ഇല്ല എന്നേ ഉള്ളൂ, VF1 ഉണ്ട്. ഇവിടെ VF2 ഉണ്ട്, VW2 ഉണ്ട്. Then U2 is the tangential velocity at outlet. സോ ഇത്രയാണ് ഇവിടുത്തെ ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. നോക്കാം ഇനി എങ്ങനെയാണ് ഈ ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു റേഡിയലി ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ കേസിലുള്ള വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെങ്ങനെയായിരുന്നു? 1/g ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് VW1 U1 മൈനസ് VW2 U2. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം സെൻട്രിഫ്യൂഗൽ പമ്പിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ്, ജസ്റ്റ് വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ, അതായത് ടർബൈൻ്റെ കേസിലുള്ള ഇക്വേഷൻ്റെ നെഗറ്റീവ് ആയിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പിൽ വരിക. ഓക്കെ, സോ ദ ഇക്വേഷൻ വിൽ ബി 1/g ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് VW2 U2 മൈനസ് VW1 U1. നൗ അടുത്ത കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇൻലെറ്റ് ട്രയാങ്കിൾ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് VW1 വേൾഡ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് 0 ആയിരിക്കും. Therefore the equation will be simplified like this: 1/g into VW2 U2. Okay, now ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് 1/g into VW2 U2 എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ വെയിറ്റ് പെർ സെക്കൻഡ്. ഇതിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് മാത്രമായിട്ട് കാണാം. അതിന് ഇൻറ്റു വെയിറ്റ് പെർ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ കിട്ടിയിരിക്കുന്ന വർക്ക് ഡൺ ബൈ വെയിറ്റിനെ ഇൻറ്റു വെയിറ്റ് പെർ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലർ പെർ സെക്കൻഡ് കിട്ടും. നോക്കാം, ഇവിടെ W കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. W ഇസ് ദ വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, വിച്ച് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു G ഇൻറ്റു Q. റോ GQ. Rho is the density, G is the acceleration due to gravity, Q is the discharge or volume flow rate. Q is the volume flow rate എന്നാണ്, volume flow rate of water, where Q is also equal to area into velocity of flow, which is also equal to pi d1 b1 into VF1 is equal to pi d2 b2 into VF2. നമ്മൾ ടർബൈൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തപ്പോഴും ഇതേപോലെ ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, where b1 and b2 are the width of the impeller. ഇമ്പല്ലറിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും വിട്ടുകളാണ് B1 and B2. Now different heads in centrifugal pump. Centrifugal പമ്പിൽ വരുന്ന different types of heads ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് suction head denoted by HS. Second delivery head denoted by HT. നോക്കാം, നമ്മൾ നേരത്തെ വർക്കിംഗ് പറഞ്ഞപ്പോൾ കാണിച്ച സെയിം ഡയഗ്രാം തന്നെയാണ്. ഇവിടെ HS ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്, HD ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ HS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ or the distance between the center of the pump and the level of the water in the sump. സമ്പിലുള്ള വാട്ടർ ലെവലും പമ്പിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ സക്ഷൻ ഹെഡ് ആയിട്ട് പറയുന്നത്. ഇതിന് നമ്മൾ സക്ഷൻ ലിഫ്റ്റ് എന്നും പറയാറുണ്ട്. ഇനി ഡെലിവറി ഹെഡ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് ദ പമ്പ് തൊട്ട് എവിടേക്കാണോ നമ്മൾ വാട്ടർ ഡെലിവർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ പമ്പ് അപ് ടു ദ ലെവൽ ഓഫ് ദ വാട്ടർ ഇൻ ദ ടാങ്ക് to which the water is delivered. അതിനാണ് നമ്മൾ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിക് ഹെഡ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ സം ഓഫ് സക്ഷൻ ആൻഡ് ഡെലിവറി ഹെഡ്സ്. ക്യാപിറ്റൽ HS വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാനോമെട്രിക് ഹെഡ് വിച്ച് ഇസ് ക്യാപിറ്റൽ HM. ഇനി എന്താണ് മാനോമെട്രിക് ഹെഡ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. അതായത് ഏത് ഹെഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന് വർക്ക് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുക. അത് ഈ രീതിയിൽ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ വാട്ടർ, അതായത് ഇമ്പല്ലർ വാട്ടറിലേക്ക് കൊടുക്കുന്ന പ്രഷർ ഹെഡ് മൈനസ് ആ പ്രഷർ ഹെഡിൽ കുറച്ച് ഹെഡ് ലോസ് ആയിട്ട് പോകും. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ വാട്ടർ മൈനസ് ലോസ് ഓഫ് ഹെഡ് ഇൻ ദ പമ്പ് വിൽ ബി അവർ മാനോമെട്രിക് ഹെഡ്. സോ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ, അതായത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ്, അത് തന്നെയാണ് നമ്മുടെ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ വാട്ടർ.
that is UW2 U2 by G minus loss of head. ഇനി ലോസ് ഓഫ് ഹെഡ് അല്ലെങ്കിൽ ലോസ് ഓഫ് പമ്പ് 0 ആണെങ്കിൽ VW2 U2 by G. ഇതാണ് നമ്മുടെ മാനോമെട്രിക് ഹെഡ്. Now manometric head can be written like this. It is actually a sum total of different types of heads like this. HS suction head, HD delivery head. ഇവിടെ HFS എന്നുണ്ട്, ഇത് തെറ്റിപ്പോയതാണ്, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. HFS is equal to frictional head loss in suction pipe. Similarly HFD frictional head loss in delivery pipe. VD is the velocity of water in delivery pipe. So VD square by 2G. ഇത് നമുക്ക് ഡെലിവറി പൈപ്പിലെ വെലോസിറ്റി വെച്ച് കിട്ടുന്ന കോമ്പണൻ്റ് ആണ്. ഇത്രയും ഹെഡുകളുടെ സം ആയിരിക്കും മാനോമെട്രിക് ഹെഡ്. Now what are different types of efficiencies in the centrifugal pump? First, manometric efficiency, eta manometric. Second, mechanical efficiency. Third, overall efficiency. അതിൽ ആദ്യത്തെ manometric efficiency. It is actually the ratio of manometric head to the head imparted by the impeller to the water. അതായത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത HM ആണ് മാനോമെട്രിക് ഹെഡ്. HM divided by head imparted by the impeller to the water. ഇതാണ് നമ്മൾ നേരത്തെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഹെഡ് imparted by the impeller തുടക്കത്തിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ VW2 U2 by G. So HM ന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഹെഡ് imparted by the impeller to the water, simplified by like this GHM by VW2 U2. ഇതാണ് ഈറ്റ മാനോമെട്രിക്. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പവർ അറ്റ് ദ ഇമ്പല്ലർ ഡിവൈഡഡ് ബൈ പവർ അറ്റ് ദ ഷാഫ്റ്റ്. നോക്കാം. Power at the impeller is equal to work done by the impeller per second by 1000. ഇത് കിലോ വാട്ട്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ബൈ 1000 ഇതൊക്കെ നോക്കാം. അതായത് നമ്മുടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ഓഫ് ദ വാട്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അതാണ് നമ്മുടെ പവർ അറ്റ് ദ ഇമ്പല്ലർ. ഡിവൈഡ് ബൈ 1000 ആക്കുമ്പോൾ നമുക്ക് കിലോ വാട്ട്സ് ആക്കാൻ പറ്റും. നൗ മെക്കാനിക്കൽ എഫിഷ്യൻസി ലൈക്ക് ദിസ് വിൽ ബി ലൈക്ക് ദിസ് ബൈ ഷാഫ്റ്റ് പവർ. ഷാഫ്റ്റ് പവർ ആണ് നമ്മുടെ ഇൻപുട്ട്. ഇത് നമ്മുടെ ഇമ്പല്ലറിൽ വരുന്ന ഔട്ട്പുട്ടാണ്. സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി ദ ഇക്വേഷൻ. നൗ ഓവറോൾ എഫിഷ്യൻസി. Now overall efficiency is equal to the ratio of the power output of the pump to the power input of the pump. Now power output of the pump in kilowatts എന്ന് പറയുന്നത് weight of the water lifted into HM. Weight of the water lifted per second എന്നുണ്ട് ഇവിടെ, അതാണ് നമ്മുടെ W into HM, അതിൻ്റെ മാനോമെട്രിക് ഹെഡ്. ഡിവൈഡ് ബൈ 1000 ചെയ്താൽ കിലോ വാട്ട്സിലേക്ക് ആക്കാൻ പറ്റും. സോ അവർ ഓവറോൾ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും, ഡിവൈഡ് ബൈ പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഷാഫ്റ്റ് പവർ ആയിരിക്കും. നൗ നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, നമ്മുടെ മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി ചെയ്താൽ ഈ സെയിം ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ എഫിഷ്യൻസീസും അല്ലെങ്കിൽ ഹെഡുകളും വെച്ചിട്ടാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡ്സ് ആൻഡ് എഫിഷ്യൻസീസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഈ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.